വെൽക്കം ടു അഡ്രിനാലിൻ. സോ നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത് പാത്തോളജിയിലെ സെല്ലുലാർ അഡാപ്റ്റേഷൻസ് ആണ്. സെല്ലുലാർ അഡാപ്റ്റേഷനിൽ വരുന്നത് ഹൈപ്പർട്രോഫി, ഹൈപ്പർപ്ലേഷ്യ, എട്രോഫി ആൻഡ് മെറ്റാപ്ലേഷ്യാണ്. സോ ഈ 4 ഷോർട്ട് നോട്ട്സ് ആയിട്ടാണ് പൊതുവെ ചോദിക്കാറുള്ളത് യൂണിവേഴ്സിറ്റി എക്സാംസിന്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ലെക്ചർ ക്ലാസ് ആണ് ഇവിടെ ഡീൽ ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ എല്ലാം നോട്ട്സ് ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ കൊടുക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ നോട്ട്സ് ടോട്ടലി ഫ്രീ ആണ്. അതുകൊണ്ട് തന്നെ മാക്സിമം സപ്പോർട്ട് നമുക്ക് ആവശ്യമുണ്ട്. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ മാക്സിമം എല്ലാവരും വീഡിയോസ് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക. നിങ്ങൾക്കറിയുന്നവരെല്ലാവർക്കും ഷെയർ ചെയ്തിട്ട് നമ്മുടെ എല്ലാ ലെക്ചേഴ്സിനും ഒരു സപ്പോർട്ട് തരാം. നിങ്ങൾക്ക് നോട്ട്സ് ഫ്രീ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ലെക്ചറിലോട്ട് കിടക്കാം. സോ എന്താണ് സെല്ലുലാർ അഡാപ്റ്റേഷൻ? അതായത് ഒരു എൻവിറോൺമെൻറ്റൽ ചേഞ്ചിൽ സെല്ല് എന്തെല്ലാം രീതിയിലാണ് റെസ്പോൺസ് കൊടുക്കുന്നത്, ആ ഒരു പ്രൊസീജിയർ, ആ ഒരു അഡാപ്റ്റേഷനാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 4 ടൈപ്പാണ്. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഇതാണ് ഒരു നോർമൽ സെല്ല്. കണ്ടോ, ആ നോർമൽ സെല്ലിനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് സെല്ലുലാർ അഡാപ്റ്റേഷൻ എന്താ നോക്കാം. അപ്പോൾ എട്രഫി ആണെങ്കിൽ നോക്കൂ, ഈ ഒരു നോർമലിൽ നിന്നും സൈസ് കുറഞ്ഞു. നമ്പറൊക്കെ സെൽസിൻ്റെ നമ്പർ സെയിം ആണ്, പക്ഷേ സൈസ് കുറഞ്ഞു. ഇനി ഹൈപ്പർട്രോഫി നോക്കൂ, അവിടെ സെൽസിൻ്റെ സൈസ് വളരെ കൂടി. നോർമലിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത് സൈസ് കൂടി, പക്ഷേ സെയിം നമ്പർ ഓഫ് സെൽസ് തന്നെയാണ് ഉള്ളത്. ഹൈപ്പർപ്ലേഷ്യ നോക്കുമ്പോൾ സൈസ് സെയിമാണ് അല്ലേ, നോർമലിനെ വെച്ച് നോക്കുമ്പോൾ സൈസ് സെയിമാണ്, പക്ഷെ അവിടെ സെൽ നമ്പറാണ് കൂടിയത്. 1, 2, 3, 4, 5, 6, 7, 8, 9 എണ്ണമായി. ഇവിടെ എത്ര എണ്ണം ഉണ്ടായിരുന്നുള്ളൂ? 5 എണ്ണം ഉണ്ടായിരുന്നുള്ളൂ. 9 സെൽസായി. അപ്പോൾ അതിൻ്റെ നമ്പർ കൂടിപ്പോയി. അപ്പോൾ അവിടെ സൈസ് കൂടി. അങ്ങനെ. ഇനി മെറ്റാപ്ലേഷ്യ ആണെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് സെല്ലിനെ വേറെ ടൈപ്പ് ഓഫ് സെല്ല് റീപ്ലേസ് ചെയ്യപ്പെടുന്നതാണ് മെറ്റാപ്ലേഷ്യ. ആൻഡ് ഡിസ്പ്ലേഷ്യ വരുന്നുണ്ട്. അതായത് ഗ്രോത്ത്, അതായത് വേറൊരു അതായത് ഈ ഒരു സെല്ലിന് പകരം മറ്റൊരു സെല്ലാണ് വന്നിരിക്കുന്നത്, പക്ഷെ അതിൻ്റെ ഫോർമേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പാറ്റേൺ വരുന്നത് ആകെ ഡിസോറൈൻറ്റഡ് ആയിരിക്കും. അപ്പോൾ ഇതാണ് സെല്ലുലാർ അഡാപ്റ്റേഷൻ്റെ ടൈപ്സ്. ഇവിടെ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ഹൈപ്പർട്രോഫി, എട്രോഫി, ഹൈപ്പർപ്ലേഷ്യ, മെറ്റാപ്ലേഷ്യ ആയിരിക്കും. ഡിസ്പ്ലേഷ്യ മറ്റൊരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഡിസ്കസ് ചെയ്യാം. ഇതെല്ലാം ഷോർട്ട് നോട്ട്സ് ആയിട്ടാണ് ചോദിക്കുന്നത് പറഞ്ഞു. ഇനി ഒരു ഇൻട്രൊഡക്ഷനാണ് നമ്മൾ കൊടുത്തത്. ഇനി നമുക്ക് ഓരോന്നിലേക്ക് കിടക്കാം. അപ്പോൾ ഹൈപ്പർട്രോഫി നമ്മൾ നേരത്തെ പറഞ്ഞു. എന്താ ഡെഫിനേഷൻ? ഇൻക്രീസ് ഇൻ ദ സൈസ് ഓഫ് ദ ടിഷ്യൂ ഓർ ഓർഗൻ ഡ്യൂ ടു ഇൻക്രീസ് ഇൻ ദ സൈസ് ഓഫ് സെൽസ്. അതായത് ഒരു സെല്ലിൻ്റെ ഒരു സെല്ലിൻ്റെ സൈസ് നോർമലാണെങ്കിൽ ഈ ഒരു സൈസ് കൂടി. മനസ്സിലായോ? സെല്ലിൻ്റെ സൈസ് കൂടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എമൗണ്ട്, അതായത് ആ സെല്ലിൻ്റെ സൈസ് കൂടിയപ്പോൾ ആ ഓർഗൻ്റെ സൈസും കൂടി. അതാണ് ഹൈപ്പർട്രോഫി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ് ഇതേ പറയുന്നു, അതായത് ഫങ്ഷണൽ ഡിമാൻഡ് കൂടുന്നത് കൊണ്ടോ വർക്ക് ലോഡ് കൂടുന്നതുകൊണ്ടായിരിക്കും. അതായത് ഒരു സെല്ലിൽ അല്ലെങ്കിൽ ഒരു ടിഷ്യൂവിൽ അതിൻ്റെ വർക്ക് ലോഡ് കൂടുന്നത്, അതായത് അത് ഇനിയും വർക്ക് ചെയ്യണം, അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ്, അത് ഇനിയും വർക്ക്, ഒരു സെല്ലിൽ ഒരുപാട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് ആ സെല്ലിൻ്റെ സൈസ് കൂടുന്നത്. നമ്പറല്ല, സൈസാണ് കൂടുന്നത്. അങ്ങനെ സെല്ലിൻ്റെ സൈസ് കൂടുന്ന വഴി ഒരു ഓർഗൻ്റെ സൈസ് കൂടുന്നതാണ് ഹൈപ്പർട്രോഫി. ഇനി 2 ടൈപ്സ് ഉണ്ട്. അത് പെത്തോളജിക്കലും ഉണ്ട്, ഫിസിയോളജിക്കലും ഉണ്ട്. അപ്പോൾ നമുക്ക് ഫിസിയോളജിക്കലി നോക്കാം. എക്സാമ്പിൾസ് വെച്ചിട്ടാണ് നമ്മൾ ഇതെല്ലാം നോക്കുന്നത്. അതായത് ഫിസിയോളജിക്കലി നോക്കുമ്പോൾ ഹൈപ്പർട്രോഫി സ്കെൽറ്റൽ മസിൽ. അതിൻ്റെ എക്സാമ്പിളാണ് ബൾജിങ് ഓഫ് മസിൽസ് ഓഫ് ബോഡി ബിൽഡേഴ്സ് ആൻഡ് അത്ലറ്റിക്സ്. നമുക്കറിയാം, ബോഡി ബിൽഡേഴ്സ് അല്ലെങ്കിൽ അത്ലറ്റിക്സ് ഒക്കെ അറിയണമെങ്കിൽ അവരുടെ മസിൽസ് വർക്ക് ചെയ്യുവാണ് അല്ലേ. അപ്പോൾ അവിടെ വർക്ക് ലോഡാണ് കൂടുന്നത്. അവർ അത്രയും എക്സസൈസ് ചെയ്യുമ്പോൾ അവരവിടെ ഉള്ള മെറ്റബോളിസം കൂടുന്നു, വർക്ക് കൂടുന്നു. അപ്പോൾ അവിടുത്തെ സ്കെൽറ്റൽ മസിൽസിൻ്റെ സൈസ് കൂടുന്നു. അങ്ങനെയാണ് ഹൈപ്പർട്രോഫി സ്കെൽറ്റൽ മസിൽസ്. ഒരു ഫിസിയോളജിക്കലി ടൈപ്പാണ് വരുന്നത്. ആ ഒരു ഫിസിയോളജിക്കൽ ടൈപ്പിൽ നെക്സ്റ്റ് എക്സാമ്പിളാണ് ഹൈപ്പർട്രോഫി ഓഫ് സ്മൂത്ത് മസിൽ. അതെന്ന് വെച്ചാൽ പ്രഗ്നൻസി ടൈമിലൊക്കെ യൂട്രസിൻ്റെ ഗ്രോത്ത് ഉണ്ടാവുന്നല്ലോ. യൂട്രസിൻ്റെ സ്മൂത്ത് മസിൽ എങ്ങനെയാണ് വലുതാവുന്നത്? പ്രഗ്നൻസി സമയത്ത് ഈസ്ട്രജൻ്റെ ആ ഒരു ഹോർമോൺ റിലീസ് ഉണ്ടാകുമ്പോൾ ഈ പ്രഗ്നൻസിയിൽ യൂട്രസിൻ്റെ ഗ്രോത്ത് അതൊക്കെ ഫിസിയോളജിക്കലി കൂടുന്നു. ഫിസിയോളജിക്കലി സെല്ലിൻ്റെ സൈസ് കൂടുന്നതാണ് ഇത് 2. ഓക്കെ, നെക്സ്റ്റ് പെത്തോളജിക്കൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹൈപ്പർട്രോഫി ഓഫ് കാർഡിയാക് മസിൽസ്. അതായത് ഇപ്പോൾ ഹൈപ്പർ ടെൻഷനൊക്കെ ഉണ്ടാവുന്ന സമയത്ത് അവിടെ ലെഫ്റ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി ഉണ്ടായിരിക്കുന്നത്. ഇങ്ങനെ
ഒരുപാട് നേരം നമ്മൾ ഹൈപ്പർ ടെൻഷൻ ഉണ്ട്, അയോട്ടിക് സ്റ്റീനോസിസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ഒരു മസ്കുലർ കാർഡിയക് മസിൽസിൻ്റെ തിക്നെസ് കൂടും. അങ്ങനെ ലെഫ്റ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി ഉണ്ടാവും. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ വാൾസിൻ്റെ ഡാമേജ് ലൈക്ക് അയോട്ടിക് സ്റ്റീനോസിസ് ഒക്കെ ഉണ്ടാകുമ്പോൾ വാൾസൊക്കെ ഡാമേജ് ആകുമ്പോൾ അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷനൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഈ ഒരു ഹാർട്ടിൻ്റെ മസിൽസിൻ്റെ സെൽസ് സൈസ് കൂടുന്നു. കാരണം അവിടെ ആ ഒരു വർക്ക് ലോഡ് കൂടുകയാണല്ലോ, അതായത് പ്രഷർ കൂടുന്നു, അവിടേക്കുള്ള പ്രഷർ കൂടുമ്പോൾ അവിടുത്തെ വർക്ക് ലോഡ് കൂടുന്നു, അത് മെറ്റബോളിസം കൂടുന്നു. അപ്പോൾ അവിടെ ലെഫ്റ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതൊരു ഡിസീസ് കേസാണല്ലോ. കാർഡിയക് മസിൽസിൻ്റെ ഹൈപ്പർട്രോഫി ഉണ്ടാകുന്നത് ലെഫ്റ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫിയാണ്, അതൊരു ഡിസീസ് കേസാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് പെത്തോളജിയിൽ തന്നെ വരുന്നതാണ്. അടുത്തത് ഹൈപ്പർട്രോഫി ഓഫ് സ്മൂത്ത് മസിൽ. ഇവിടുത്തെ സ്മൂത്ത് മസിൽ എന്ത് അസുഖങ്ങൾ കൊണ്ടൊക്കെയാണ് സ്മൂത്ത് മസിലിൻ്റെ ഹൈപ്പർട്രോഫി വരുന്നത്? ഇപ്പോൾ ഒരു യൂറീത്രൽ ഒബ്സ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ അവിടുത്തെ യൂറിനറി ബ്ലാഡറിൽ ഇത് ഫില്ലായത് പോകുന്നില്ലല്ലോ. അപ്പോൾ അവിടെ പ്രഷർ കൂടുകയാണ്, യൂറിനറി ബ്ലാഡറിൽ അത്രയും റിട്ടൻഷൻ ഉണ്ടാകുമ്പോൾ അവിടെ എന്തായിരിക്കും പ്രഷർ കൂടുന്നു. അങ്ങനെ യൂറിനറി ബ്ലാഡറും സ്ട്രെച്ച് ചെയ്ത് അവിടുത്തെ സ്മൂത്ത് മസിൽസ് ഹൈപ്പർട്രോഫി ആവും. പിന്നെ അതുപോലെ തന്നെ പൈലോറിക് സ്റ്റീനോസിസ്, ഇതേപോലെ തന്നെ സ്റ്റൊമക്കിൻ്റെ കണ്ടൻസ് പോകുന്നില്ല, പൈലോറിക് സ്റ്റീനോസിസ് ഉണ്ടാകുമ്പോൾ അപ്പോൾ സ്റ്റൊമക് മ്യൂക്കോസ് ഇതേപോലെ വലുതാവുന്ന സൈസ്. പിന്നെ അതുപോലെ തന്നെ ക്രോൺസ് ഡിസീസിലെ ഇൻഡസ്റ്റൈനിലാണ് എന്താ പറയുന്നത് ഹൈപ്പർട്രോഫി വരുന്നത്. അതാണ് ഫിസിയോളജിക്കൽ ആൻഡ് പത്തോളജിക്കൽ എക്സാമ്പിൾസ് ഓഫ് ഹൈപ്പർട്രോഫി. ഇതിൻ്റെ മെക്കാനിസം നമുക്കൊന്ന് റഫായി പറയുകയാണെങ്കിൽ എന്തായിരിക്കും? ഇവിടെ മെയിൻലി എന്താണ്, വർക്ക് ലോഡ് കൂടുമ്പോൾ സൈസ് ഓഫ് ദ സെൽസ് കൂടുന്നു. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെല്ലിൻ്റെ വർക്ക് ലോഡ് കൂടുമ്പോൾ അവിടുത്തെ മെറ്റബോളിസം കൂടും. അവിടുത്തെ മെറ്റബോളിസം കൂടിക്കഴിഞ്ഞാൽ അവിടുത്തെ കോൺട്രാക്റ്റൽ പ്രോട്ടീൻസിൻ്റെ സിന്തസിസ് കൂടും. അപ്പോൾ കോൺട്രാക്റ്റൽ പ്രോട്ടീൻസിൻ്റെ സിന്തസൈസ് കൂടുമ്പോൾ കോൺട്രാക്ഷൻ കൂടും, ഫോഴ്സ് ഓഫ് കോൺട്രാക്ഷൻ. അതായത് വർക്ക് ലോഡ് എന്ന് പറയുന്നത് എന്താണ്? ഫോഴ്സ് ഓഫ് കോൺട്രാക്ഷൻ. അപ്പോൾ അവിടെ ഫോഴ്സ് ഓഫ് കോൺട്രാക്ഷൻ കൂടുന്നു. എന്തുകൊണ്ട്? കോൺട്രാക്റ്റൽ പ്രോട്ടീൻസിൻ്റെ സിന്തസൈസ് കൂടുന്നത് കൊണ്ട്. അതുപോലെ തന്നെ ഗ്രോത്ത് ഫാക്ടേഴ്സിൻ്റെ പ്രൊഡക്ഷനും കൂടും. ലൈക്ക് TGF, ബീറ്റ, IGF-1, FGF, ഇതിൻ്റെയൊക്കെ ഇങ്ങനത്തെ ഗ്രോത്ത് ഫാക്ടേഴ്സിൻ്റെ പ്രൊഡക്ഷൻ കൂടും. അപ്പോൾ അവരുടെ ഗ്രോത്ത് ഉണ്ടാവുന്നു. കോൺട്രാക്റ്റൽ പ്രോട്ടീൻസിൻ്റെ സിന്തസിസ് കൂടുമ്പോൾ അവിടെ ഫോഴ്സ് ഓഫ് കൺട്രാക്ഷൻ കൂടുന്നു, അപ്പോൾ വർക്ക് ലോഡ് കൂടുന്നു. അങ്ങനെ ഹൈപ്പർട്രോഫി വരും. അതുപോലെ തന്നെ ഇനി ചിലപ്പോൾ ഒരു എംബ്രയോണിക് അല്ലെങ്കിൽ ഫീറ്റൽ ജീൻസിൻ്റെ ഒരു ഇൻഡക്ഷൻ, അതായത് അതിൻ്റെ ഒരു പ്രസൻസ്, ഒരു റീപ്രസൻസ് ഉണ്ടാവാം. അത് എംബ്രയോണിക് ഫീറ്റൽ ജീൻസ് വീണ്ടും പുതുതായി നമ്മുടെ ശരീരത്തിൽ കണ്ടു കഴിഞ്ഞാലും ഈ ഒരു പ്രശ്നം വരും, ഹൈപ്പർട്രോഫി വരും. അതിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ANF ജീന് വീണ്ടും നമ്മുടെ ശരീരത്തിൽ എക്സ്പ്രസ് ആയി കഴിഞ്ഞാൽ അവിടെ കാർഡിയക് ഹൈപ്പർട്രോഫി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഇത് നമ്മൾ പറഞ്ഞു ഗ്രോത്ത് ഫാക്ടേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ചില മെക്കാനിക്കൽ സെൻസേഴ്സ്, അതാണ് വർക്ക് ലോഡ് ഉദ്ദേശിക്കുന്നത്. അതെന്താണ്? കോൺട്രാക്റ്റൽ പ്രോട്ടീൻസ് കൂടുമ്പോൾ ഫോഴ്സ് ഓഫ് കൺട്രാക്ഷൻ കൂടുന്നു, അപ്പോൾ വർക്ക് ലോഡ് കൂടുന്നു. അതാവാം, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഗ്രോത്ത് ഫാക്ടേഴ്സ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ന്യൂറോ എൻഡോക്രൈൻ സ്റ്റിമുലേഷനോ ലൈക്ക് ആൻജിയോടെൻസിൻ അല്ലെങ്കിൽ നൈട്രിക് ഓക്സൈഡ് അങ്ങനെ എന്തെങ്കിലും വന്നിട്ട് അഗോണിസ്റ്റ് റിസെപ്റ്റേഴ്സിനായിട്ട് അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഹൈപ്പർട്രോഫിക് അഗോണിസ്റ്റുകൾ വന്നിട്ട് അഗോണിസ്റ്റ് റിസെപ്റ്റേഴ്സ് ബൈൻഡ് ചെയ്യും. അപ്പോൾ അവിടെ രണ്ട് പാത്വേയിലൂടെയാണ് അത് കടന്നു പോകുന്നത്. ഒന്ന് ആക്ടിവേഷൻ ഓഫ് സിഗ്നൽ ട്രാൻസ്ഡക്ഷൻ പാത്വേയും, അതായത് സിഗ്നൽ ട്രാൻസ്ഡക്ഷൻ പാത്വേ വഴിയും ട്രാൻസ്ക്രിപ്ഷണൽ ഫാക്ടേഴ്സിൻ്റെ ആക്ടിവേഷൻ വഴിയും. ആ രണ്ട് വഴിയും, അതായത് കണ്ടോ, സിഗ്നൽ ട്രാൻസ്ഡക്ഷൻ പാത്വേയിലൂടെ ആദ്യം കടന്നു പോകും സെല്ലിൻ്റെ അകത്ത്, പിന്നീട് അത് ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ ആക്ടിവേറ്റ് ചെയ്യും. ഇതുപോലെയുള്ള ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്യും. അവിടെ എന്തൊക്കെ ഉണ്ടാവും? അപ്പോൾ ഗ്രോത്ത് ഫാക്ടേഴ്സ് കൂടും, ഈ പറഞ്ഞ പോലെ ഇൻഡക്ഷൻ ഫീറ്റൽ എംബ്രയോണിക് ഫീറ്റൽ ജീൻസിൻ്റെ ഇൻഡക്ഷൻ ഉണ്ടാവും, കോൺട്രാക്റ്റൽ പ്രോട്ടീൻസിൻ്റെ ഇതുണ്ടാവും. ഇതെല്ലാം ഉണ്ടാകുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വർക്ക് ലോഡ് കൂടുന്നു, മെക്കാനിക്കൽ പെർഫോമൻസ് കൂടുന്നു, അപ്പോൾ അവിടുത്തെ സെൽസിൻ്റെ സൈസ് കൂടുന്നു, ഹൈപ്പർട്രോഫി ആവുന്നു. അത്രയാണ് മെക്കാനിസം. സോ നമ്മൾ എന്താണ് സെല്ലുലാർ അഡാപ്റ്റേഷൻസ് പറഞ്ഞു, ഡിഫറെൻറ്റ് ടൈപ്സിനെ പറ്റി ഒന്ന് ഇൻട്രൊഡക്ഷൻ കൊടുത്തു, ഹൈപ്പർട്രോഫിയുടെ ഡെഫിനിഷൻ പറഞ്ഞു, അതിൻ്റെ കോസ് എന്താണെന്ന് പറഞ്ഞു, പിന്നെ ടൈപ്സിൽ ഫിസിയോളജിക്കലി സ്കെൽറ്റൽ മസിൽസ്, സ്മൂത്ത് മസിൽസിൻ്റെ പറയാം, പാത്തോളജിയിലും കാർഡിയാക് മസിലും സ്മൂത്ത് മസിൽസിൻ്റെയും എക്സാമ്പിൾസ് പറഞ്ഞു. മെക്കാനിസം മൂന്ന് കാര്യങ്ങൾ കൊണ്ടാണ് ഹൈപ്പർട്രോഫി വരുന്നത്. ഈ മൂന്ന് കാര്യങ്ങളിലോട്ട് എങ്ങനെയാണ് എത്തുന്നതെന്നതിൻ്റെ ഫ്ലോ ചാർട്ടാണ് ഇത്. അപ്പോൾ ഈ ഒരു ഫ്ലോ ചാർട്ട് പഠിച്ചാൽ തന്നെ അതിൻ്റെ മെക്കാനിസം ഫില്ലായി. രണ്ട് പാത്വേസ്, ആദ്യം സിഗ്നൽ ട്രാൻസ്ഡക്ഷൻ പാത്വേ, സിഗ്നൽ ട്രാൻസ്ഡക്ഷൻ നടത്തു. ഈ പറയുന്ന അതായത് ഇതിൻ്റെ കാരണമാകുന്ന ഫാക്ടേഴ്സ് അവിടുത്തെ സിഗ്നൽ ട്രാൻസ്ഡക്ഷൻ പാത്വേനെ ആക്ടിവേറ്റ് ചെയ്യും. ആ പാത്വേ വഴി ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യും. ആ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് ഗ്രോത്ത് ഫാക്ടേഴ്സ്, ഫീറ്റൽ ജീൻസ്, കോൺട്രാക്റ്റൽ പ്രോട്ടീൻസ്, അതെല്ലാം കൂടെ
എന്തൊക്കെ ചെയ്യുന്നു? വർക്ക് ലോഡും കൂട്ടും, നേരത്തെ പറഞ്ഞ പോലെ മെക്കാനിക്കൽ പെർഫോമൻസ് കൂടുന്നു, അപ്പോൾ അവിടുത്തെ സെൽസിൻ്റെ സൈസ് കൂടുന്നു, ഹൈപ്പർട്രോഫി ആവുന്നു. ഈ മോർഫോളജി പറയുകയാണെങ്കിൽ എല്ലാ പെത്തോളജിയിൽ പഠിക്കുമ്പോൾ എക്സാമിന് നമ്മൾ പെത്തോളജി എന്ത് എഴുതിയാലും അതിൻ്റെ ഗ്രോസും മൈക്രോസ്കോപ്പിയും എഴുതിയിരിക്കണം. ദാറ്റ് മീൻസ് മോർഫോളജി അത് എഴുതിയാൽ തന്നെ മാർക്ക് കുറച്ച് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഡെഫിനിഷൻ, കോസ്, 2 ടൈപ്സ് വിത്ത് എക്സാമ്പിൾസ്, മെക്കാനിസം, നെക്സ്റ്റ് മോർഫോളജി. അതിൽ ഗ്രോസ് ആണെങ്കിൽ ആ ഓർഗൻ എന്തായിരിക്കും? എൻലാർജ് ആയിരിക്കും. സിമ്പിൾ. ഏത് സെൽസിനാണോ ഹൈപ്പർട്രോഫി വന്നത് ആ ഒരു ഓർഗൻ എൻലാർജ് ആയിരിക്കും. മൈക്രോസ്കോപ്പി പറയുകയാണെങ്കിൽ എന്തായിരിക്കും? ആ സെൽസിൻ്റെ സൈസ് ഇൻക്രീസ്ഡ് ആയിരിക്കും. അതുപോലെ അവരുടെ അകത്തുള്ള ന്യൂക്ലിയ, അതൊരു സെല്ല് മൊത്തത്തിലാണ് വലുതാകുന്നത്, അപ്പോൾ അവിടുത്തെ സെല്ലിൻ്റെ സൈസും ആസ് വെൽ ആസ് അതിനുള്ളിൽ ന്യൂക്ലിയയും വലുതാവുന്നുണ്ടായിരിക്കും. അതൊരു മൈക്രോസ്കോപ്പി. നെക്സ്റ്റ് ഈസ് ഹൈപ്പർപ്ലേഷ്യ. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു സെല്ലിൻ്റെ സൈസ് കൂടുന്നു, അപ്പോൾ ഒരു ഓർഗൻ്റെ സൈസ് കൂടി. ഹൈപ്പർപ്ലേഷ്യ എന്ന് പറയുന്നത് നമ്പർ ഓഫ് സെൽസ് ആണ് കൂടുന്നത്, അതുവഴി എന്തായിരിക്കും? ഓർഗൻ്റെ സൈസ് കൂടുന്നു. അപ്പോൾ ഒരു ഓർഗൻ വലുതായി 2 ചാൻസസ് ഉണ്ട്. ഒന്നെങ്കിൽ അവിടുത്തെ സെല്ലിൻ്റെ സൈസ് കൂടിയതുണ്ടാവാം, അല്ലെങ്കിൽ അവിടുത്തെ സെല്ലിൻ്റെ നമ്പറുകൾ കൂടിയതുണ്ടാവും. അപ്പോൾ ഹൈപ്പർപ്ലേഷ്യ എന്ന് പറയുന്നത് സെല്ലിൻ്റെ നമ്പർ കൂടിയപ്പോൾ ടിഷ്യൂ ഓർ ഓർഗൻ്റെ സൈസ് കൂടിയതാണ്. ഇവിടെയും എക്സാമ്പിൾസ് വരുന്നു. എന്തായിരിക്കും? കോസ് വിത്ത് എക്സാമ്പിൾസ് പറയാൻ പറ്റും. ലൈക്ക് ഇപ്പോൾ ഫിസിയോളജിക്കലി ആണെങ്കിൽ ഹോർമോണലിൻ്റെ അല്ലെങ്കിൽ കോമ്പൻസേറ്ററി പ്രോസസ്സ് കാരണമാവാം. പെത്തോളജിക്കലി ഉണ്ടാവുന്നത് കോസസ് ആണെങ്കിൽ എന്തെങ്കിലും ഒരു ക്രോണിക് ഇഞ്ചറിയോ ഇറിറ്റേഷനോ കാരണം ഉണ്ടാകുന്ന ഹൈപ്പർപ്ലേഷ്യ ആവാം. അപ്പോൾ നമുക്ക് ഓരോന്നിട്ട് ഡീൽ ചെയ്യാം. അപ്പോൾ ഫിസിയോളജിക്കൽ ഹൈപ്പർപ്ലേഷ്യ നോർമലി ഉണ്ടാവുന്ന ഹൈപ്പർപ്ലേഷ്യയാണ്. അത് ഹോർമോൺ വഴിയുണ്ട്, കോമ്പൻസേറ്ററി വഴിയുണ്ട്. അപ്പോൾ ഹോർമോൺ വഴിയുള്ളത് നോക്കാം. ഹോർമോൺ വഴിയുള്ളതാണെങ്കിൽ ഗ്ലാൻഡുലാർ എപ്പിത്തീലിയത്തിൻ്റെ ഹൈപ്പർപ്ലേഷ്യയാണ്. അത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്യൂബേർട്ടിയുടെ സമയത്തും പ്രഗ്നൻസിയുടെ സമയത്തും ലാക്ടേഷൻ്റെ സമയത്തൊക്കെ ഫീമെയിൽ ബ്രസ്റ്റ് വലുതാവുന്നുണ്ട്. അവിടുത്തെ ഗ്ലാൻഡ്സ് ആണ്, അപ്പോൾ അവിടുത്തെ ഗ്ലാൻഡുലാർ എപ്പിത്തീലിയമാണ് അവിടെ ഗ്രോത്ത് ഉണ്ടാവുന്നത്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂ സെൽസ് ആഡ് ആവുന്നു, അതായത് ഹൈപ്പർപ്ലേഷ്യയാണ്. അതായത് ന്യൂ സെൽസ് ആഡ്, നമ്പർ ഓഫ് സെൽസ് കൂടുന്നു. ഒരു അതായത് ഫീമെയിൽ ബ്രസ്റ്റിലുള്ള ഗ്ലാൻഡുലർ എപ്പിത്തീലിയൽ സെൽസിൻ്റെ നമ്പർ കൂടുന്നു. അങ്ങനെ പ്യൂബർട്ടി, പ്രഗ്നൻസി, ലാക്ടേഷൻ്റെ സമയത്തൊക്കെ നമുക്ക് ഫീമെയിൽ ബ്രസ്റ്റ് ഇച്ചിരി എൻലാർജ്ഡ് ആയിട്ട് നമുക്ക് ഉണ്ടാവും. അതാണ് ഒരു ടൈപ്പ് ഓഫ് ഫിസിയോളജിക്കൽ ഹൈപ്പർപ്ലേഷ്യ. കോമ്പൻസേറ്ററി ആയിട്ട് പറയുകയാണെങ്കിൽ അതായത് ലിവറിൻ്റെ എൻലാർജ്മെൻറ്റ് ഡ്യൂറിങ് പാർഷ്യൽ ഹെപ്പാറ്റോടെക്ടമിയാണ്. അത് പാർഷ്യൽ ഹെപ്പാറ്റോടെക്ടമി എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിവറിൻ്റെ ഒരു പോർഷൻ നമ്മൾ റിമൂവ് ചെയ്തു. അത് കഴിഞ്ഞിട്ടുണ്ടാവുമ്പോൾ ഒരു റീജനറേഷൻ ഉണ്ടാവുമല്ലോ. ലിവർ എന്ന് പറയുന്ന റീജനറേറ്റീവ് ഓർഗനാണ്. അപ്പോൾ അതിൻ്റെ ഒരു പോർഷൻ നമ്മൾ സർജിക്കലി റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് റീജനറേറ്റ് ചെയ്യും. അപ്പോൾ ഉണ്ടായിരുന്ന റെമനൻ്റ് ലിവറിൻ്റെ കൂടി ഈ റീജനറേഷനും കൂടി വരുമ്പോൾ അവിടെ എന്തായിരിക്കും? സെൽസ് ആഡപ്പ് ചെയ്യും. റീജനറേഷൻ അല്ലേ, അപ്പോൾ സെൽസ് ആഡപ്പ് ചെയ്യുമ്പോൾ അവിടെ ഒരു ലിവർ കുറച്ചൊരു എൻലാർജ്ഡ് ആയിട്ട് ഉണ്ടാവും. അതിനാണ് കോമ്പൻസേഷൻ പോലെ ഉണ്ടാവുന്ന ഒരു ഹൈപ്പർപ്ലേഷ്യ. അങ്ങനെ ഫിസിയോളജിക്കൽ ഹൈപ്പർപ്ലേഷ്യ. നെക്സ്റ്റ് എന്ന് പറയുന്നത് പെത്തോളജിക്കൽ ഹൈപ്പർപ്ലേഷ്യ മെയിൻലി ഹോർമോണലിൻ്റെ പ്രശ്നം കൊണ്ടാണ്, അല്ലെങ്കിൽ ക്രോണിക് ഇഞ്ചുറി. ഹോർമോണലിൻ്റെ പ്രശ്നം വരികയാണെങ്കിൽ ഈസ്ട്രജൻ ആണെങ്കിലും ആൻഡ്രജൻ ആണെങ്കിലും അവരുടെ ഒരു ബാലൻസ്, നമ്മുടെ ബോഡിയിൽ ഹോർമോൺസിൻ്റെ ബാലൻസ് ആകെ തെറ്റി. അതൊരു പെത്തോളജിക്കൽ കണ്ടീഷനാണ്. ഓക്കെ, അപ്പോൾ ബാലൻസ് മൊത്തത്തിൽ തെറ്റി ഹോർമോൺസിൻ്റെ. അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന ഹൈപ്പർപ്ലേഷ്യയാണ് പെത്തോളജിക്കൽ ഹൈപ്പർപ്ലേഷ്യയിൽ വരുന്നത്. അപ്പോൾ ഈ പെത്തോളജിക്കൽ ഹൈപ്പർപ്ലേഷ്യ ഡിസീസ് കണ്ടീഷനാണല്ലോ, അത് ഒരുപാട് കാലം അങ്ങ് നീണ്ടു പോയി കഴിഞ്ഞാൽ ക്യാൻസറസ്. നമുക്കറിയാം ക്യാൻസറിൻ്റെ പ്രത്യേകത എന്താണ്? നമ്പർ ഓഫ് സെൽസ് ഇങ്ങനെ ആഡപ്പ് ചെയ്ത് പോകുന്നു, അതായത് ഇൻഹിബിറ്ററി ഒരു മെക്കാനിസം ഇല്ല. അപ്പോൾ അത് തന്നെയാണ് ഇത്. അതായത് പെത്തോളജിക്കലി ഹൈപ്പർപ്ലേഷ്യ ഇങ്ങനെ പോയി ക്രോണിക് ആയി കഴിഞ്ഞാൽ അതൊരു ക്യാൻസറായിട്ട് ഡെവലപ്പ് ആവാം. അപ്പോൾ ഇവിടെ പെത്തോളജിക്കലി 2 കോസസ്, ഹോർമോണും ക്രോണിക് ഇഞ്ചുറി അല്ലേ. അതിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. ഹോർമോണൽ ആണെങ്കിൽ എൻഡോമെട്രിയത്തിൻ്റെ ഹൈപ്പർപ്ലേഷ്യ ഉണ്ടാവുന്നു. ഈസ്ട്രജൻ്റെ ലെവൽ കൂടുന്നതുകൊണ്ടാണ് അത് എൻഡോമെട്രിയൽ ക്യാൻസറിലോട്ട് ലീഡ് ചെയ്യാം. അതുപോലെ ആൻഡ്രജൻ്റെ ലെവൽ കൂടുമ്പോഴാണ് BPH ഉണ്ടാകുന്നത്, ബെനൈൻ പ്രോസ്റ്റേറ്റ് ഹൈപ്പർട്രോഫി ഉണ്ടാകുന്നത്. പിന്നെ അതുപോലെ തന്നെ മെയിൽസിൽ ഈസ്ട്രജൻ കൂടി കഴിഞ്ഞാൽ ഗൈനക്കോമാസ്ട്രേഷ്യ ഉണ്ടാവും. അവിടെ നമ്പർ ഓഫ് സെൽസ് കൂടുന്നു. ഫിസിയോളജിക്കലി കൂടുന്നത് ഫീമെയിലാണ്, പക്ഷേ പെത്തോളജിക്കലി കൂടുന്നത് ഗൈനക്കോമാസ്റ്റിയ മെയിലാണ്. അത് എബ്നോർമൽ കണ്ടീഷനാണ്. ഇനി അതുപോലെ തന്നെ ഈസ്ട്രജൻ തെറാപ്പി ഒരുപാട് അങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ ലിവർ സിറോസിസ് ആൻഡ് പ്രോസ്റ്റാറ്റിക് ക്യാൻസർ ഒക്കെ ഉണ്ടാവാം. നമ്പർ ഓഫ് സെൽസ് കൂടുന്നു, ലിവർ എൻലാർജ്മെൻറ്റും പ്രോസ്റ്റാറ്റിക് എൻലാർജ്മെൻറ്റും ഒക്കെ ഉണ്ടാവാം. അത് ഹോർമോണൽ ഇംബാലൻസ് കാരണം, അതായത് നമ്മുടെ ശരീരത്തിലെ മെയിൽസ് ആൻഡ് ഫീമെയിൽസിൻ്റെ ബോഡിയിൽ ഉണ്ടാവേണ്ട ആ ഹോർമോൺ ലെവൽ അല്ലെങ്കിൽ ഇങ്ങനെ നമ്പർ ഓഫ് സെൽസ് ആഡ് ആവാം. നെക്സ്റ്റ് ക്രോണിക് ഇഞ്ചറി, അതായത് നമ്മുടെ സ്കിന്നിലോ ഓറൽ മ്യൂക്കോസയിലോ ഒക്കെ എന്തെങ്കിലും ഒരു ഇഞ്ചറി പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ന്യൂ സെൽസ് ആഡ് ആവും. റിപ്പയറിങ് വഴി ന്യൂ സെൽസ് ആഡ് ആവുന്നു. അപ്പോൾ അവിടെ എന്തുണ്ടാവാം? ഹൈപ്പർപ്ലേഷ്യ ഉണ്ടാവാം. അപ്പോൾ ഹൈപ്പർട്രോഫി ഇത്ര ഓർത്താൽ മതി. സൈസ് കൂടുന്നു, വർക്ക് ലോഡ് കൂടുന്നു, അപ്പോൾ വലുതാവുന്നു.
പക്ഷേ ഹൈപ്പർപ്ലേഷ്യൻസിൽ നമ്പർ ഓഫ് സെൽസ് ആഡപ്പ് ആവുന്നു. എപ്പോഴൊക്കെ നമ്പർ ഓഫ് സെൽസ് ആഡപ്പ് ആവുന്നു? എന്തെങ്കിലും റിമൂവ് ചെയ്ത് റീജനറേറ്റ് ചെയ്യുമ്പോഴോ, ഇഞ്ചുറി ഉണ്ടാകുമ്പോൾ റിപ്പയർ ആകുമ്പോഴോ, അല്ലെങ്കിൽ ഹോർമോണൽ ഇംബാലൻസസ് ഉണ്ടാകുമ്പോഴൊക്കെയാണ്. ഇതിൻ്റെ മെക്കാനിസം എന്തായിരിക്കും? അതായത് എന്തെങ്കിലും ഗ്രോത്ത് ഫാക്ടേഴ്സോ അല്ലെങ്കിൽ ഹോർമോൺ ഇംബാലൻസോ കാരണം അവിടുത്തെ സെൽ പ്രോലിഫറേഷൻ അത് മെച്ചോർഡ് സെൽസിൻ്റെ തന്നെ സെൽ പ്രോലിഫറേഷൻ ഉണ്ടാവുന്നു. മറ്റോടത്ത് വർക്ക് ലോഡ് കൂടുമ്പോൾ സൈസ് കൂടുന്നു. ഇവിടെ മെച്ചോർഡ് സെൽസിൻ്റെ പ്രോലിഫറേഷൻ ഉണ്ടാവുന്നു ഫാക്ടേഴ്സ് കാരണം. ചില കേസസിൽ സ്റ്റെം സെൽസ് നിന്ന് പോലും ന്യൂ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടാം. ലെസ് ഡിഫറൻഷ്യേറ്റഡ് പ്ലോറിഫ്ലേറ്റീവ് സെൽസ് എന്നോ സ്റ്റെം സെൽസ് ഉണ്ടല്ലോ, ആ സ്റ്റെം സെൽസ് നിന്ന് പോലും ന്യൂ സെൽസ് ഇങ്ങനെ ആഡപ്പ് ആവും. അതൊരു ഹൈപ്പർപ്ലേഷ്യയാണ്. അപ്പോൾ ഇതൊരു ക്യാൻസറസ് കണ്ടീഷനിലോട്ട് ലീഡ് ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഹൈപ്പർപ്ലേഷ്യ ഇച്ചിരി ഡേഞ്ചറസ് ആണ്. ഇനി ഇതിൻ്റെ മോർഫോളജി നോക്കാം. ഇവിടെ എന്തായിരിക്കും? ഇവിടെയും സൈസ് ഓഫ് ദ എഫക്റ്റഡ് ഓർഗൻ ഇൻക്രീസ്ഡ് ആയിരിക്കും. നമ്പർ കൂടിയാലും സൈസ് കൂടിയാലും ഓർഗൻ വലുതാവുന്നുണ്ട്. ഓക്കെ, മൈക്രോസ്കോപ്പി മറ്റോടത്ത് സെൽ സൈസ് കൂടി ന്യൂക്ലിയർ സൈസും കൂടി. ഇവിടെ നമ്പർ ഓഫ് സെൽസ് കൂടി വിത്ത് മൈറ്റോട്ടിക് ഫിഗേഴ്സും കൂടി, അതായത് സെൽസിൻ്റെ മൈറ്റോട്ടിക് ഫിഗേഴ്സും കൂടി കൂടി. നെക്സ്റ്റ് ഈസ് എട്രോപ്പി. എട്രോഫി എന്ന് പറയുന്നത് എന്തായിരിക്കും? അതായത് റെഡ്യൂസ്ഡ് സൈസ് ഓഫ് എൻ ഓർഗൻ റിസൾട്ട് ഇൻ ദ ഡിക്രീസ്ഡ് സെൽ സൈസ് ആൻഡ് നമ്പർ. അതായത് സെല്ലിൻ്റെ സൈസും നമ്പറും ഇതെല്ലാം കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഓർഗൻ മൊത്തത്തിൽ റെഡ്യൂസ് ഇൻ സൈസായി. അതാണ് എട്രോഫി. നേരത്തെ പറഞ്ഞതിൻ്റെ രണ്ടിൻ്റെയും ഓപ്പോസിറ്റ്. ഇവിടെ മെക്കാനിസം എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പ്രോട്ടീൻ സിന്തസിസ് കുറവായിരിക്കും, അതുപോലെ പ്രോട്ടീൻ ഡീഗ്രഡേഷൻ കൂടുതലായിരിക്കും. അപ്പോൾ അവിടുത്തെ അതെന്താ വെച്ച് കഴിഞ്ഞാൽ മെറ്റബോളിസം കുറയുന്നത് കൊണ്ടാണ്. ഒരു സെല്ലിലുള്ള മെറ്റബോളിസം കുറയുമ്പോൾ അവിടുത്തെ പ്രോട്ടീൻ സിന്തസൈസ് ആണെങ്കിലും പ്രോട്ടീൻ സിന്തസിസ് കുറയുന്നു, പ്രോട്ടീൻ ഡീഗ്രഡേഷൻ കൂടുന്നു. അപ്പോൾ അവിടെ എന്തായിരിക്കും? ആ സെൽസിന് മെറ്റബോളിസം ഇല്ല, വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നുമില്ല. അപ്പോൾ അവിടുത്തെ ഫങ്ഷൻസ് ഒക്കെ ഡിമിനിഷ് ചെയ്ത് കുറഞ്ഞ് വന്നിട്ട് അതിൻ്റെ നമ്പറും സൈസൊക്കെ കുറയും. അതാണ് എട്രോഫിക് കണ്ടീഷൻ. അപ്പോൾ എട്രോഫൈഡ് സെൽസിന് ഇൻക്രീസ്ഡ് ലിപ്പോഫ്യൂസിൻ, വിയർ ആൻഡ് ടിയർ പിഗ്മെൻറ്റ്സും ഉണ്ടായിരിക്കും. ഇനി ഇതിൻ്റെ കോസസ് നോക്കാം. അപ്പോൾ ഇവിടെയും ഫിസിയോളജിക്കൽ എട്രോഫിയും പാത്തോളജിക്കൽ എട്രോഫിയും ഉണ്ട്. അപ്പോൾ ഫിസിയോളജിക്കൽ എട്രോഫി നോക്കാം. ഫിസിയോളജിക്കൽ എട്രോഫിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീറ്റൽ ഡെവലപ്മെൻറ്റ് സമയത്താണെങ്കിൽ തൈറോഗ്ലോസൽ എക്സാമ്പിൾസ് ആണ്. ഓക്കെ, ഫീറ്റൽ ഡെവലപ്മെൻറ്റ് സമയത്താണെങ്കിൽ തൈറോഗ്ലോസൽ ഡക്റ്റിൻ്റെ ഒക്കെ എട്രോഫിയാണ്. കാരണം അവിടെ അത്രയും മെറ്റബോളിസം നടന്നില്ലെങ്കിൽ ആ ഒരു ഡെവലപ്മെൻറ്റ് കുറയും. ഇനി അഡൾട്ട് ലൈഫിലാണെങ്കിൽ എന്തായിരിക്കും? തൈമസ്, ബ്രെയിന്, ഗോണാഡ്സ്, യൂട്രസ്, ഹാർട്ട്സ്. അത് ഏജിങ് ആവും തോറും, നമുക്ക് വയസ്സാവും തോറും നമ്മുടെ ഓർഗൻസിൻ്റെ ഒക്കെ ഫങ്ഷൻസ് കുറയുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ്? സെൽ സെനസൻസ് അല്ലെങ്കിൽ സെൽ ഡെത്ത് ഉണ്ടാകുന്നത് കൊണ്ടാണ്. അപ്പോൾ ആ സമയത്തൊക്കെ ഇതേപോലെയുള്ള ഓർഗൻസൊക്കെ എന്തായിരിക്കും? എട്രോഫൈഡ് ആയിട്ട് പോകും. അതാണ് ഫിസിയോളജിക്കലി അഡൾട്ട് ലൈഫിലും ഫീറ്റൽ ഡെവലപ്മെൻറ്റിലും വരുന്നത്. അവർ മെറ്റബോളിസം തീർന്നു, സെൽ ഏജ്. ഇവിടെ ഏജിങ് ആണ് അഡൾട്ടിൽ. എന്തുകൊണ്ടാണ്? അതായത് അവർ സെൽ സെനസൻസ് എത്തി, മെറ്റബോളിസം കഴിഞ്ഞു തുടങ്ങി, സെൽ ഡെത്ത് ആവാനായി. ഫീറ്റലിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ മെറ്റബോളിസം കറക്റ്റായിട്ട് കിട്ടുന്നില്ല എന്നുള്ള കണ്ടീഷൻ. അപ്പോൾ തൈറോഗ്ലോസൽ ഡക്റ്റിൻ്റെ ഡെവലപ്മെൻ്റ് ഒന്നും ഉണ്ടാവത്തില്ല. പാത്തോളജിക്കൽ എട്രോഫി രണ്ടെണ്ണം ഉണ്ട്, ലോക്കലായി ഉണ്ട്, ജനറലൈസ്ഡ് ഉണ്ട്. അപ്പോൾ ജനറലൈസ് ആണെങ്കിൽ സ്റ്റാർവേഷൻ ആയിരിക്കും. അതായത് ന്യൂട്രിയൻസ് ഇല്ല എങ്കിൽ ഇപ്പോൾ പ്രോട്ടീൻ, എനർജി, മാൽ ന്യൂട്രീഷനൊക്കെ എടുക്കാം. അതിലെന്ന് വെച്ചാൽ ന്യൂട്രിയൻസ് ഇല്ല, നമുക്ക് ശരീരത്തിന് വേണ്ടത്ര ന്യൂട്രീഷൻസ് ഇല്ല. അപ്പോൾ അവിടെ സെൽസ് സ്റ്റാർവിങ് ആണ്, മസിൽസ് സ്റ്റാർവിങ് ആണ്. അപ്പോൾ സെൽസിൻ്റെ സെൽസൊക്കെ സ്ട്രിങ്ക് ആവും, കുറേ സെൽ ഡെത്തായി പോകും. അങ്ങനെ എട്രോഫി വരാം. അതല്ല ലോക്കലാണെങ്കിൽ ഡിസ്യൂസ് എട്രോഫി ഉണ്ട്. അതായത് നമ്മൾ വർക്ക് ചെയ്യാണ്ടിരിക്കുക, നമ്മുടെ ശരീരം തീരെ അനങ്ങാതെ ഇങ്ങനെ ഇരിക്കുകയാണ്, തീരെ വർക്ക് ചെയ്യുന്നില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരാൾക്കൊരു ഫ്രാക്ചർ പറ്റി പ്ലാസ്റ്റർ ഇട്ടിരിക്കും, കാലിനൊരു ഫ്രാക്ചർ പറ്റി, അപ്പോൾ ആൾക്കാർ പ്ലാസ്റ്റർ ഇട്ടിട്ടിരിക്കണം, അയാൾക്ക് മൂവ് ചെയ്യാൻ പറ്റത്തില്ല. അതായത് ഭയങ്കര നമ്മൾ ലിമിറ്റ് ചെയ്യും, കുറച്ച് ദിവസത്തിന് വേണ്ടിയിട്ട് നമ്മുടെ മൂവ്മെൻറ്റ്സ് എല്ലാം നമ്മൾ ലിമിറ്റ് ചെയ്യും. അപ്പോൾ ആ സമയത്ത് നമ്മുടെ മസിൽ വേസ്റ്റിംഗ് ഒക്കെ ഉണ്ടാവും. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ എട്രോഫി ഉള്ളതുകൊണ്ടാണ്. അതുപോലെ ഡീനർവേഷൻ വരാം. അതായത് ഇപ്പോൾ എന്തെങ്കിലും ഒരു നെർവ് ഡിസ്യൂസ് എട്രോഫി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഫ്രാക്ചറിൻ്റെ കേസൊക്കെ വരുമ്പോൾ നമ്മൾ ബെഡ് റെസ്റ്റാ, ഫ്രാക്ചറൊക്കെ വരുന്ന സമയത്ത് നോ യൂസ്, അതാണ് ഡിസ്യൂസ്. നെർവ് ഡാമേജ് ആകുമ്പോൾ നമ്മൾ റെസ്റ്റ് എടുക്കൂലേ. നമ്മൾ നെർവ് ഡാമേജ് ആകുമ്പോൾ നമ്മൾ ആ ഭാഗം മൊത്തം എനക്കാതൊക്കെ വെക്കും. അപ്പോൾ നമ്മൾ എനക്കാതെ വയ്ക്കുമ്പോൾ എന്തായിരിക്കും? അവിടുത്തെ സെൽസ് ഇതേപോലെ മെറ്റബോളിസം ഉണ്ടാവുന്നില്ല, അത് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ പിന്നെ മെറ്റബോളിസം കുറഞ്ഞിട്ട് അതും എട്രോഫി ആവും. അപ്പോൾ ഇഷ്ചിമിക്ക് വരാം. അതായത് ബ്ലഡ് സപ്ലൈ ആ ഒരു സ്ഥലത്തോട്ട്, ഇപ്പോൾ ബ്രെയിനൊക്കെ ഒരു എക്സാമ്പിളാണ്. ഓക്കെ, ബ്രെയിനിലോട്ടൊക്കെ ഇതില്ലെങ്കിൽ ബ്ലഡ് സപ്ലൈ കുറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇഷ്ചീമി അടിക്കാം. അപ്പോൾ അവിടുത്തെ സെൽസൊക്കെ ഡെത്തായി പോകും. അല്ലെങ്കിൽ കാരോട്ടിഡ് ആർട്ടറിയുടെ ഫ്ലോ നല്ലപോലെ അല്ലെങ്കിൽ എത്രോസ്ക്ലീറോസിസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ വരാം.
ഓക്കെ. അതാണ്, അതായത് കാരോട്ടിഡ് ആർട്ടറിയുടെ ഒരു പ്രശ്നം വരുമ്പോൾ അതെറോസ്ക്ലീറോസിസ് വരുമ്പോൾ, അങ്ങനെയല്ല, അതായത് കാരോട്ടിഡ് ആർട്ടറിയുടെ അതെറോസ്ക്ലീറോസിസ് വരുമ്പോൾ ആണ് നമുക്ക് ബ്രെയിൻ അട്രോഫി ഉണ്ടാകുന്നത്. നെക്സ്റ്റ് പ്രഷർ അട്രോഫിയാണ്. പ്രഷർ അട്രോഫിയിൽ വെച്ചാൽ റീനൽ പാരങ്കേമയിലാണ് പ്രഷർ അട്രോഫി പൊതുവെ ഉണ്ടാകുന്നത്. അവിടുത്തെ പ്രഷർ കൂടിക്കഴിയുമ്പോൾ ലൈക്ക് ഹൈഡ്രോനെഫ്രോസിസ്, അതായത് വാട്ടർ എമൗണ്ട് ഒക്കെ നെഫ്രോൺസിൽ കൂടിക്കഴിഞ്ഞാൽ അവിടുത്തെ പ്രഷർ കൂടും റീനൽ പാരങ്കേമയിൽ. അപ്പോൾ റീനൽ പാരങ്കേമയിൽ പ്രഷർ കൂടുമ്പോൾ അവിടുത്തെ സെൽസ് ഇതേപോലെ അട്രോഫി ആയി പോവും. അത് റീനൽ ഒരു എക്സാമ്പിൾ വരുന്നുണ്ട്. ഇവിടെ ബ്രെയിൻ അട്രോഫിയാണ്. കാരണം കാരോട്ടിഡ് ആർട്ടറിയിലെ എതെറോസ്ക്ലീറോസിസ് വന്ന എന്തായിരിക്കും, അതിലൂടെയുള്ള ഫ്ലോ പോകുന്നില്ല, ബ്ലഡ് സപ്ലൈ പോകുന്നില്ല. അപ്പോൾ ബ്രെയിനിലോട്ട് ബ്ലഡ് സപ്ലൈ പോയില്ലെങ്കിൽ അവിടെ ഇഷ്യമി ഉണ്ടാവാം, അപ്പോൾ അവിടെ സെൽ ഡെത്തുകൾ ഉണ്ടാവാം. അതുപോലെ തന്നെ എൻഡോക്രൈൻ സ്റ്റിമുലേഷനൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് മെനോപോസിന് ശേഷം എൻഡോമെട്രിയം ബ്രസ്റ്റൊക്കെ അതിൻ്റെ ആ ഒരു മസിൽ ഗ്രോത്ത്, അല്ലെങ്കിൽ മസിൽസ് ആണെങ്കിലും അല്ലെങ്കിൽ ഗ്ലാൻഡുലർ ആണെങ്കിലും ഗ്രോത്ത് കുറവായിരിക്കും, അല്ലെങ്കിൽ സൈസ് കുറയും, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, എൻഡോമെട്രി ആണെങ്കിലും ബ്രസ്റ്റ് ആണെങ്കിലും സാഗി ടൈപ്പൊക്കെ ആവും. ലൈക്ക് ആ ഒരു ഫേം പോവും, ആ ഒരു ഓർഗൻസിൻ്റെ ഫേമിറ്റി ഒക്കെ പോവും. കാരണം എന്താണ്, മെനോപോസിന് ശേഷം അവിടുത്തെ ഹോർമോണൽ ഇതെല്ലാം കുറയുന്നു, സ്റ്റിമുലേഷനൊക്കെ കുറയുന്നത് കൊണ്ട് മെനോപോസിന് ശേഷം ഈ പറഞ്ഞ ബ്രസ്റ്റ് എൻഡോമെട്രിയത്തിൻ്റെ ഒക്കെ അട്രോഫി ഉണ്ടാവും. അതാണ് ലോക്കലൈസ്ഡ് വരുന്നത്. ഇനി അട്രോഫിയുടെ മോർഫോളജി പറയുകയാണെങ്കിൽ ക്രോസിൽ വരുന്നത് ഓർഗൻ എന്തായി, സ്മോളായി, ഷ്രങ്കണായി. മൈക്രോസ്കോപ്പി പറയുകയാണെങ്കിൽ സെൽസും സ്മോളറായി. അതുപോലെ തന്നെ റിഡക്ഷൻ ഇൻ ദി ഓർഗനൽസ്, നമ്പർ ഓഫ് ഓർഗനൽസും കുറഞ്ഞു. ഇനി അവസാനത്തെ സെല്ലുലാർ അഡാപ്റ്റേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് മെറ്റാപ്ലേഷ്യ. ഓക്കെ, മെറ്റാപ്ലേഷ്യയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു സെല്ല് മാറിയിട്ട് മറ്റൊരു സെല്ലാവുന്നു, മറ്റൊരു അഡൾട്ട് സെൽ ടൈപ്പ് അവിടെ റീപ്ലേസ് ചെയ്യുന്നു. പക്ഷെ അത് റിവേഴ്സിബിൾ ആയിരിക്കും. ഇപ്പം ഞാൻ പറഞ്ഞുതരാം. അതായത് ഒരു പ്രശ്നം വന്നു, ഒരു ഇഞ്ചുറി പറ്റി, അതായത് ഒരു സ്ഥലത്ത് ഒരു പാർട്ട് ഓഫ് ബോഡിയിൽ ഒരു ക്രോണിക് പേഴ്സണിന് ഇഞ്ചുറി പറ്റി. അപ്പോൾ അവിടുത്തെ എപ്പിത്തീലിയത്തിന് ഒരു ചേഞ്ച് വേണം. അതായത് നമ്മൾ എൻവറോൺമെൻറ്റ് അനുസരിച്ചിട്ടാണല്ലോ നമ്മുടെ എല്ലാം എന്താ പറയുക ക്യാരക്ടറും നമ്മളെല്ലാം അഡാപ്റ്റ് ചെയ്യണം. ഇപ്പോൾ നമ്മളൊരു പുതിയ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ആ ഒരു സറൗണ്ടിങ്ങും ആ ഒരു നേച്ചറിനായിട്ട് നമ്മൾ അഡാപ്റ്റ് ആവണം. അതുപോലെ തന്നെ നമ്മുടെ ഒരു ബോഡിയിൽ ഒരു പാർഷനിൽ ഇഞ്ചുറി പറ്റി, ക്രോണിക് ഇഞ്ചുറി പറ്റിക്കഴിഞ്ഞാൽ ആ ഒരു ഇഞ്ചുറിയുടെ സമയം വരെയും അവിടുത്തെ എപ്പിത്തീലിയം ചേഞ്ച് ആവണം. പക്ഷേ ആ ഒരു എന്താണോ ഈ ഒരു ഇഞ്ചുറിക്ക് സ്റ്റിമുലേ ആയിട്ടുള്ളത് ആ ഒരു സാധനം നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു ഇഞ്ചുറി ക്യൂറബിൾ ആയിക്കഴിഞ്ഞാൽ തിരിച്ച് അതേ എപ്പിത്തീലിയത്തിലോട്ട് മാറാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഇറ്റ്സ് എ റിവേഴ്സിബിൾ ചേഞ്ച് വെർ വിച്ച് വൺ അഡൾട്ട് സെൽ ഇസ് റീപ്ലേസ്ഡ് ബൈ അനദർ അഡൾട്ട് സെൽ ടൈപ്പ്. ഓക്കെ, അപ്പോൾ ഇത് പൊതുവെ എപ്പോഴൊക്കെ ഉണ്ടാകുന്നത്, ടിഷ്യൂ ഡാമേജ്, റിപ്പയറിങ്, റീജനറേഷൻ്റെ സമയത്തൊക്കെയാണ് പൊതുവേ ഇത് ഉണ്ടാകുന്നത്. ഇനി ഇതിൻ്റെ ടൈപ്സ് ആൻഡ് കോസസ് പറയുകയാണെങ്കിൽ 2 ടൈപ്സ് ആണ്. എപ്പിത്തീലിയൽ മെറ്റാപ്ലേഷ്യം വരുന്നുണ്ട്, കണക്റ്റീവ് ടിഷ്യൂ മെറ്റാപ്ലേഷ്യം വരുന്നുണ്ട്. അപ്പോൾ എപ്പിത്തീലിയൽ മെറ്റാപ്ലേഷ്യം നോക്കാം. എപ്പിത്തീലിയൽ മെറ്റാപ്ലേഷ്യയിൽ എഗെയിൻ സ്ക്വാമസ് ഉണ്ട്, കോളംനാറും ഉണ്ട്. സ്ക്വാമസ് അതായത് അവിടുത്തെ ഏത് എപ്പിത്തീലിയം ആണ് ഡാമേജ് പറ്റിയെങ്കിൽ, അല്ലെങ്കിൽ അത് എങ്ങോട്ട് സ്ക്വാമസിലോട്ട് മാറി, ഒരു ഒറിജിനൽ എപ്പിത്തീലിയം സ്ക്വാമസിലോട്ടാണ് റീപ്ലേസ്ഡ് ആയതെങ്കിൽ അതാണ് സ്ക്വാമസ് എപ്പിത്തീലിയൽ മെറ്റാപ്ലേഷ്യ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റെസ്പിറേറ്ററി ട്രാക്റ്റ്, അതായത് ഒരുപാട് കാലം സ്മോക്കൊക്കെ ചെയ്യണവരാണെങ്കിൽ അവരുടെ സെക്രീഷൻസ് ഒക്കെ കുറയും. അപ്പോൾ അവിടുത്തെ സീലേറ്റഡ് കോളംനാർ എന്തായിട്ട് മാറും, സ്ക്വാമസ് ആയിട്ട് മാറും. കാരണം എന്തായിരിക്കും, സെക്രീഷൻസ് ഒക്കെ കുറയുന്നത് കൊണ്ട്. ഇനി സെർവിക്സിൽ പറയുകയാണെങ്കിൽ ക്രോണിക് ഇൻജെക്ഷൻ ഓഫ് എൻഡോസെർവിക്സ് ആണ് ഒരു എക്സാമ്പിൾ പറയുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ക്രോണിക് ഇൻഫെക്ഷൻ ഓഫ് ക്രോണിക് ഇൻഫെക്ഷൻ ഓഫ് എൻഡോസെർവിക്സ്, അതായത് സെർവിക്സിനകത്ത് എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഈ പറഞ്ഞ പോലെ അതിൻ്റെ എപ്പിത്തീലിയം മാറി സ്ക്വാമസ് എപ്പിത്തീലിയം ആയിട്ട് മാറും. പൊതുവെ സെക്രീഷൻസ് കുറയുന്നത് കൊണ്ടാണ്. പിന്നീട് വരുന്നത് കോളംനാർ എപ്പിത്തീലിയമാണ്. കോളംനാർ എപ്പിത്തീലിയം മെറ്റാപ്ലേഷ്യയിൽ ഒറിജിനൽ എപ്പിത്തീലിയം കോളംനാർ എപ്പിത്തീലിയമായിട്ട് മാറി. അതായത് സ്ക്വാമസ്ഡ് കോളംനാർ ആയത് എക്സാമ്പിൾ ബാരറ്റ് ഈസോഫാഗസിലാണ്. ഹൈ ആസിഡിക് ഗ്യാസ്ട്രിക് കാരണം വരുന്നതാണ്. ഇൻഡസ്റ്റൈനിലാണെങ്കിൽ വരുന്നത് ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്സ് ആണ്. ഗ്യാസ്ട്രിക് ഗ്ലാൻഡ് അപ്പോൾ എന്ത് പറഞ്ഞു, നമ്മൾ ഗ്യാസ്ട്രിക് ഗ്ലാൻഡ് സ്മോൾ ഇൻഡസ്റ്റൈൻസിൻ്റെ ഗ്ലാൻഡുലാർ എപ്പിത്തീലിയമായിട്ട് മാറും. അതായത് ഇൻഡസ്റ്റൈനിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്ന് ഇൻഫെക്ഷൻസോ അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻസ് എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ അവിടുത്തെ ഗ്യാസ്ട്രിക് ഗ്ലാൻഡ് സ്മോൾ ഇൻഡസ്റ്റൈൻ്റെ ഗ്ലാൻഡുലാർ എപ്പിത്തീലിയമായിട്ട് മാറും.
ഓക്കെ, അപ്പോൾ അവിടുത്തെ ഗ്യാസ്ട്രിക് ഗ്ലാൻസ് ഓഫ് സ്മോൾ ഇൻറ്റസ്റ്റൈനായിട്ട് റിപ്ലേസ്ഡ്. നെക്സ്റ്റ് ഈസ് കണക്റ്റീവ് ടിഷ്യൂ മെറ്റാപ്ലേഷ്യ. അത് ഇൻഫ്ലമേഷൻ ഓഫ് ന്യൂ ബോൺ അറ്റ് ടിഷ്യൂ ഇഞ്ചുറി ആണ്. അതായത് ഒരു ടിഷ്യൂ ഇഞ്ചുറി ഉണ്ടാകുമ്പോൾ അവിടെ ന്യൂ ബോൺ ഫോർമേഷൻ ഉണ്ടാകുന്നു. അതാണ് ഓഷ്യസ് ടൈപ്പാണത്. അതിനാണ് കണക്റ്റീവ് ടിഷ്യൂ മെറ്റാപ്ലേഷ്യ ഒരു എക്സാമ്പിളായിട്ട് പറയുന്നത്. അതായത് മയോസൈറ്റിസ് ഓസിഫിക്കൻസ് ആണ് അതിൻ്റെ എക്സാമ്പിൾസ് വരുന്നത്. മയോസൈറ്റിസ് ഓസിഫിക്കൻസ് അതുണ്ടാകുന്നത് ഇൻട്രാമസ്കുലർ ഹെമറേജിൻ്റെ ഒക്കെ സമയത്താണ്. അതായത് ഇൻട്രാമസ്കുലർ ഹെമറേജസ് ഒക്കെ ഉണ്ടാകുമ്പോൾ അവിടെ ടിഷ്യൂ ഇഞ്ചറി ഉണ്ടാവുമല്ലോ, അപ്പോൾ അവിടെ ന്യൂ ബോൺ ഫോർമേഷൻ പോലും ഉണ്ടാകുന്നുണ്ട്, ആ ഒരു റീപ്ലേസ്മെൻറ്റ് നടക്കും. അതാണ് മയോസൈറ്റിസ് ഓസിഫിക്കൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് കണക്റ്റീവ് ടിഷ്യൂ മെറ്റാപ്ലേഷ്യ. അപ്പോൾ 2 ടൈപ്സ്, സ്ക്വാമസും കണക്റ്റീവ് ടിഷ്യൂനസ് എപ്പിത്തീലിയവും അതുപോലെ കണക്റ്റീവ് ടിഷ്യൂ വരുന്നത്. എപ്പിത്തീലിയത്തിൽ സ്ക്വാമസും കോളംനാറും ഉണ്ട്. ഒറിജിനൽ എപ്പിത്തീലിയം സ്ക്വാമസ് ആയി മാറുന്നു. റെസ്പിറേറ്ററി ട്രാക്ട്, സെർവിക്സ് എക്സാമ്പിൾ. കോളംനാർ ലോട്ട് മാറുന്നതാണെങ്കിൽ സ്ക്വാമസ് ടു കോളംനാർ ആണെങ്കിൽ ബാരറ്റ് ഈസോഫാഗസ്, ഹയസ്റ്റ് ഗ്യാസ്ട്രിക് കണ്ടൻറ്റ് കൂടുന്നത് കൊണ്ടാണ്. ഇൻഡസ്റ്റൈനൽ മെറ്റാപ്ലേഷ്യയിലാണെങ്കിൽ ഗ്യാസ്ട്രിക് ഗ്ലാൻസ് ഓഫ് സ്മോൾ ഇൻറ്റസ്റ്റൈനായിട്ട് തന്നെ റിപ്ലേസ് ആവുന്നത്. പിന്നെ കണക്റ്റീവ് ടിഷ്യൂ മെറ്റാപ്ലേഷ്യയിൽ ന്യൂ ബോൺ ഫോർമേഷൻ ടിഷ്യൂ ഇഞ്ചറി ഉണ്ടാവാം. ഇൻട്രാമസ്കുലർ ഹെമറേജിൻ്റെ ഒക്കെ സമയത്ത് മയോസൈറ്റിസ് ഓസിഫിക്കൻസ് എന്നാണ് അതിന് പറയുന്നത് എക്സാമ്പിളായിട്ട്. അപ്പോൾ ഇതിൻ്റെ മെറ്റാപ്ലേഷ്യൻ്റെ മെക്കാനിസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ റീപ്രോഗ്രാമിംഗ് ഓഫ് ദി പ്രിക്കേഴ്സർ സെൽസ് അറ്റ് നോർമൽ സൈറ്റ്സ് ആയിരിക്കും ആൻഡ് റിവേഴ്സിബിൾ അത് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. അതായത് ഒരു ഇഞ്ചുറി പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്നും രക്ഷപ്പെടണം കുറച്ച് നാളത്തേക്ക്. അപ്പോൾ ആ ഒരു എപ്പിത്തീലിയം ചേഞ്ച് ആയേ പറ്റുള്ളൂ. പക്ഷേ ആ ഒരു നോക്ഷ്യസ് ഒരു സ്റ്റിമുലൈ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് പഴയ പോലെ റിവേഴ്സിബിൾ ആ ഒരു ഒറിജിനൽ എപ്പിത്തീലിയത്തിലോട്ട് തന്നെ പോകും. അപ്പോൾ ഇതുണ്ടാകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിക്കേഴ്സർ സെൽസിൻ്റെ നോർമൽ സ്ഥലത്ത് പ്രിക്കേഴ്സർ സെൽസിൻ്റെ അതായത് വീണ്ടും പ്രോഗ്രാം ചെയ്യണം. അതായത് ഒരു മോഡിഫിക്കേഷൻ വരുത്തണം. അവിടെ ഒരു ഇഞ്ചുറി പറ്റിയതാണ്, അതൊരു ട്രോമയാണല്ലോ, അപ്പോൾ ട്രോമയിൽ മോഡിഫിക്കേഷൻസ് വരുത്തണം. അതിന് വേണ്ടിയിട്ടാണ് മെറ്റാപ്ലേഷ്യ നടത്തുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് 4 ടൈപ്പ് സെല്ലുലാർ അഡാപ്റ്റേഷൻ. ഡിസ്പ്ലേഷ്യ നമ്മൾ മറ്റൊരു ചാപ്റ്ററിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം ഷോർട്ട് നോട്ട്സ് ആയിട്ടാണ് പൊതുവെ ചോദിക്കാറ്. സോ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ കോൺടാക്റ്റ് ചെയ്തിട്ട് ചോദിക്കാം. സോ ഓക്കെ, അപ്പോൾ ഇന്നത്തെ ലെക്ചർ തീർന്നു. താങ്ക് യു.